പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായ നമഃ. ഞാൻ ഷെറിൻ പൊയ്യാർ ശ്രീ വിഷ്ണുമായ മഠം. ഇവിടെ പൂജകൾക്കായാലും ഹോമത്തിനായാലും വരുന്ന ഓരോ വ്യക്തിയുടെ അടുത്തും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ പേഴ്സണലായിട്ടു അവരുടെ മാനസികപരമായിട്ടുള്ള എന്തൊക്കെയാണ്, ഏത് തലത്തിലാണ് അവർ ഇരിക്കുന്നതിനൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു കൗൺസിലിംഗ് പോലെ തന്നെ അവരോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. പിന്നെ അവരുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ട്, ബിസിനസ് റിലേറ്റഡ് ആയിട്ട് വളരെ ഡീപ്പായിട്ട് തന്നെ കാര്യങ്ങളെ നോക്കിക്കണ്ട് അതിനനുസൃതമായിട്ടുള്ള പൂജാ പ്രോസസ്സുകളാണ്. അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യം, നമ്മൾ ഇതൊരു നോർമൽ ലൈഫാണ്. അപ്പോൾ ഈ നോർമൽ ലൈഫിൽ മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് വളരെ സീരിയസ് മാറ്റേഴ്സാണ്. ഇത് അറിയാവുന്നവർക്ക് മാത്രമാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന സബ്ജക്റ്റിനെ കുറിച്ച് ആൾക്കാർക്ക് മനസ്സിലാവണമെന്നുള്ളൂ. ഇപ്പം അമ്പലങ്ങളിലും പള്ളികളിലും അല്ലെങ്കിൽ ഈ മാന്ത്രികപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ നമ്മൾക്കതിന് ഉപാസനാശക്തി, നമുക്കൊരു ദൈവികമായിട്ടുള്ള ഒരു എനർജി, അതായത് അത്രയും പവർഫുള്ളായിട്ടുള്ള, ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു എനർജി സ്റ്റോർ ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഓരോ ഉപാസകനും എന്ന് പറയുന്നത്. അപ്പോൾ അവരിൽ നിന്ന് എല്ലാ തരത്തിലുമുള്ള എനർജീസ് ഈ വരുന്ന വ്യക്തിക്ക് കൗൺസിലിങ്ങിലൂടെ കിട്ടും. അവരുപയോഗിക്കുന്ന വേർഡ്സുകൾ കൊണ്ട് എല്ലാ തരത്തിലുള്ള എനർജീസും അവർക്ക് ഡയറക്റ്റ് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെ ഉണ്ടാവുമ്പോൾ എൻ്റെ ജീവിതാനുഭവം പലപ്പോഴും ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ അവരിൽ ഭയങ്കരമായ ശത്രുബാധ ഏറ്റ ആൾക്കാർ, അതായത് ആഭിചാരകർമ്മങ്ങൾ കൊണ്ടോ ഈ കൂടോത്രന്നോ അങ്ങനെയൊക്കെയുള്ള പ്രോസസ്സുകൾ പ്രകാരം അവർക്ക് ഭയങ്കരമായ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് വന്നിട്ട് ചിലവർക്ക് ഇതിങ്ങനെയൊന്നല്ലാതെ പലതരത്തിലുള്ള പ്രേതപരമായിട്ടുള്ള നെഗറ്റീവ് എനർജീസ് ഇൻഫ്ലുവൻസൊക്കെ വന്നതായിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മളായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലിരിക്കാൻ പോലും അവർക്ക് സാധിക്കില്ല. അവരുടെ അത്രയും ബോഡിയിൽ നെഗറ്റീവ് എനർജി ഇൻഫ്ലുവൻസ് ഉണ്ടാവും. നമ്മളുടെ കണ്ണുകളിലേക്ക് നോക്കി അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. പലപ്പോഴും അവർ വളരെ വേഗത്തിൽ തന്നെ ഭയത്തോടു കൂടി നമ്മളെ കാണുമ്പോൾ തന്നെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും. എന്നുവെച്ചാൽ അവരുടെ ശരീരത്തിൽ ആഭിചാരകർമ്മങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീസ് എന്ന് പറയുന്ന പ്രേത ശല്യങ്ങൾ എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ആ വ്യക്തി മനഃപൂർവ്വം ചെയ്യുന്നതല്ലാതെ അവർക്ക് പോലും അറിയില്ല അവരിത് എത്രത്തോളം എഫക്റ്റഡ് ആണെന്നുള്ളത്. ആ സമയത്ത് ഇവിടെ വരുമ്പോഴും അവർക്ക് അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാവില്ല, അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല, വേറെ ആവില്ല, അത്രയും ഹൈഡിങ് ആയിരിക്കും ഇത്. പക്ഷെ നമ്മളുടെ വളരെ പവർഫുള്ളായിട്ടുള്ള ഓരോ വ്യക്തിയുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ അവർക്ക് ആ എനർജി അവിടെ കംഫർട്ട് അവരെ പോകും, ഡിസ്കംഫർട്ട് ആവും. അവർക്ക് പോലും അറിയാത്ത ഭയങ്കര എനർജി ഡ്രെയിനിങ് ഒക്കെ സംഭവിക്കും. ചിലപ്പോൾ അവർ തലകറങ്ങി വീഴുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഭയങ്കരമായ മാനസിക വിഭ്രാന്തി, ഓടാനൊക്കെയുള്ള തോന്നുന്നൊരവസ്ഥകളൊക്കെ ഉണ്ടാവും. അപ്പം എന്നോട് ഒരുപാട് പേര് അതിനെക്കുറിച്ച് സംസാരിക്കും. നിങ്ങളുടെ അടുത്ത് നോക്കാൻ പറ്റും, നിങ്ങളുടെ അടുത്ത് വന്നിരിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട്. പിന്നീട് അവരെ നമ്മൾ വേണ്ട രക്ഷകളും പൂജകളും ഹോമങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഒരു എനർജിയെ റിമൂവ് ചെയ്യണ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കില്ല, നമുക്കൊരുപാട് പ്രശ്നങ്ങൾ തരും. ഞാൻ പറയുന്നത് ഉപാസകനെ ബേസ് ചെയ്തിട്ട് പറയുന്നത്. അപ്പം നമ്മൾക്ക് ഇത്രയും പവർഫുള്ളായിട്ടുള്ള എനർജി ഉണ്ടായാലും നമ്മൾ വേറൊരാളുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജീസ് റിമൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മാറിപ്പോവാതിരിക്കാൻ, അത് ചെയ്യാൻ ശ്രമിക്കുന്ന പ്രോസസ്സുകളെ തടസ്സപ്പെടുത്താനായിട്ട് നോക്കും. ചിലപ്പോൾ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസോ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാവും അത് കാണിക്കുക. നമ്മളതിനെ പുറക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന പല തരത്തിലുള്ള സ്വപ്ന ദർശനങ്ങളും പലരുടെ പൂജകൾ എടുക്കുമ്പോഴും നമുക്ക് പല അനുഭവങ്ങളും അത് പിന്നീട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് അവർ നമ്മളോട് പറയുക, ഓക്കെ ഇന്നൊരു സ്ഥലത്ത് വെച്ച് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായില്ല, അതെങ്ങനെയാണ് താങ്കൾക്ക് മനസ്സിലായേ, സ്വാമിക്ക് എങ്ങനെയാണ് മനസ്സിലായെന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് വളരെ പെർട്ടിക്കുലറായിട്ടുള്ള ആൾക്കാരെ മാത്രം, അതായത് ഇവിടെ വരുന്ന എല്ലാവരുടെ ഹ്യൂജ് നമ്പർ ഓഫ് ആൾക്കാരെ നമുക്ക് പറ്റാത്തതിൻ്റെ കാരണം നമ്മുടെ അടുത്ത് വരുന്ന ഓരോരുത്തരുടെ പ്രശ്നങ്ങളെ വളരെ ഡീപ്പായി മനസ്സിലാക്കി അവരെ
അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അവരതിൽ നിന്ന് മുക്തി നേടിക്കൊടുക്കുന്നൊരു റിയൽ പ്രോസസ്സ് അതിൻ്റെ പിന്നിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ്. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരെയും സക്സസ് ആക്കി കൊണ്ടിരുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഉപാസകനും ഒരു ശക്തിയാണെങ്കിലും ഏതൊരു ഏരിയയിൽ വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവും. അപ്പോൾ നമ്മളുടെക്കും എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത് എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇതെങ്ങനെയാണ് ഇങ്ങനെ വരുന്ന ശത്രുബാധയും പ്രേതബാധയൊക്കെയും നമ്മൾ റിമൂവ് ചെയ്യണേന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. നമ്മൾ അവിടെ വേറെ ഒരു കാര്യങ്ങളും ഇല്ല. ഇത് എവിടെ നിന്നാണോ വന്നിരിക്കുന്നത് അവിടേക്ക് തിരിച്ചു വിടുക എന്നല്ലാതെ വേറെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടൊരു കാര്യമില്ല. അതാര് വിട്ടു, എന്തിനു വിട്ടു ഒന്നല്ല ഇവിടുത്തെ മാറ്റർ. ഈ പറയുന്ന വ്യക്തിയെ സംരക്ഷിക്കുക, ആ കുടുംബത്തെ സംരക്ഷിക്കുക, അദ്ദേഹത്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് ചോദിക്കാറുണ്ട്. പലർക്കും പല തരത്തിലുള്ള ഐഡിയാസ് ആവുമല്ലോ. അപ്പം ഞാനതിൽ പറയുന്നൊരു കാര്യം, ഞാൻ മിലിറ്ററിയുമായിട്ടൊക്കെയും ചെറുപ്പത്തിൽ NCC, സ്കൗട്ട് അങ്ങനെയൊക്കെ പറയുന്ന ഭാഗമായിട്ടൊക്കെയും വളരെ ചെറുപ്പകാലം മുതൽ അതിൽ ഇൻവോൾവഡ് ആയിരുന്നു. നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് അവാർഡ്സും കരസ്ഥമാക്കിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിൽ ഉണ്ടാവും മിലിറ്ററി ട്രെയിനിങ് പോലെ തന്നെയാണുള്ളത് ഉണ്ടാവുക. അപ്പോൾ ഈ ട്രെയിനിങ്ങിൽ നമുക്ക് ഫയറിങ് ട്രെയിനിങ് കിട്ടും. അപ്പോൾ ആ ട്രെയിനിങ്ങിൽ നമ്മൾ വളരെ അടുത്തിട്ടുള്ള മിലിറ്ററിക്കാരനായിട്ട് ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്ന ആളോട് ചോദിച്ചു, നിങ്ങൾ ഇതിന് പാകിസ്ഥാൻ ബോർഡർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോർഡറിൽ വെച്ചൊരു ശത്രുവിൻ്റെ ഒരു ലക്ഷണം, ഒരു സൈൻ കിട്ടുമ്പോൾ നിങ്ങളുടെ കയ്യിലും തോക്കുണ്ട്, അവരുടെ കയ്യിലും തോക്കുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുന്നതെന്ന് ചോദിച്ചു. ചിലപ്പോൾ നിങ്ങളുടെ ഉന്നം തെറ്റിയാൽ നിങ്ങൾ മരിച്ചുപോയില്ലേ എന്ന് ചോദിച്ചു. പ്രായത്തിലുള്ള നമ്മുടെ കൗതുകം കൊണ്ട് ചോദിച്ചാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു ആൻസർ എൻ്റെ ലൈഫിൽ ഭയങ്കര പ്രസക്തമായ ഒരു കാര്യം. ആളെന്നോട് പറഞ്ഞൊരു കാര്യം, നമ്മളൊരു ശത്രുവിൻ്റെ ഇന്ന ഏരിയയിൽ ഒരു അറ്റാക്ക് ഉണ്ട്, അവിടെ ഒരു അനക്കുണ്ടെന്ന് പറഞ്ഞാൽ ആ ഏരിയ മൊത്തം ഫയർ ചെയ്ത് കളയുക. അതിൻ്റെ അർത്ഥം അവിടെ ഉന്നത്തിനോ ബാക്കിയൊന്നിനോ പ്രസക്തിയില്ല. ആ ഏരിയയിൽ ഏത് ശത്രു ഉണ്ടെങ്കിലും അത് എവിടെ നിന്ന് വന്നു, എന്ത് ഇമോഷൻസ് ഒന്നുമില്ല, അതങ്ങോട്ട് ഫയർ ചെയ്ത് കളയാന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ കാര്യം. നമ്മളിവിടെ വരുന്നൊരു വ്യക്തി വിജയിക്കുക എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിന് ഉപദ്രവിക്കുന്ന ശക്തി ഏത് ശക്തിയാണോ നമ്മൾ നോക്കില്ല, നമ്മളതിനെ ഉന്മൂലനം ചെയ്യുക, അല്ലെങ്കിൽ അവരെ പിന്നെ നമ്മളൊരു ഉപദ്രവിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫോക്കസ്. എന്നാൽ തന്നെയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം കിട്ടാറുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള എനർജീസ് ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. നമ്മളിങ്ങനെ ഒരു പൂജകൾ എടുക്കുമ്പോൾ നമുക്ക് എതിരെ പലതരത്തിലുള്ള അറ്റാക്സും, ചിലപ്പോൾ നമ്മളിവിടെ നിന്നിരിക്കുന്ന ശത്രുബാധ ഒഴിവാക്കുമ്പോൾ അത് വിട്ട ഒരാളിലേക്ക് തിരിച്ചു വരികയും അദ്ദേഹം വീണ്ടും പലതരത്തിലുള്ള പൂജാ പ്രോസസ്സിൽ ഇതാരാണ് ചെയ്തതെന്ന് വിചാരിച്ച് അവരിലേക്കൊക്കെ വരുന്ന രീതിയിലുള്ള പല കാര്യങ്ങളുണ്ട്. അത് അനുഭവങ്ങളാണ്. ഇതൊക്കെയും റിയലായി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് പറഞ്ഞാൽ മനസ്സിലാവും. ഇത് ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ അനുഭവം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് മാത്രമേ നമുക്കിതിനെ നോക്കി കാണാൻ പറ്റുള്ളൂ. ഇതൊരു തമാശ കളിക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ലല്ലോ. നമ്മൾ മനുഷ്യരാണ്, വരുന്ന ആൾക്കാർ മനുഷ്യരാണ്. നമ്മളറിയാത്ത ഒരു വേൾഡുമായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവിടെ ദൈവിക ശക്തിയും പ്രേതശക്തികളും അല്ലെങ്കിൽ ദുഷ്ടശക്തികളുമായിട്ടുള്ള ഒരു യുദ്ധം തന്നെയാണ്. അവിടെ നമ്മൾ ദൈവിക ശക്തി വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഫോക്കസ്. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ദൈവത്തിൻ്റെ പാതയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ശത്രു എത്ര ബലവാനാണ്, ദുഷ്ടൻ എത്രത്തോളം ബലവാനാണ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂടെ ദൈവമാണുള്ളത്, നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. അപ്പം അങ്ങനെയുള്ള ചിന്തകളുമായിട്ട് വരുന്നവർ, ജീവിതത്തിൽ ഒരു വിജയം വേണമെന്ന് വിചാരിച്ച് വരുന്നവർ, സീരിയസ് ആയിട്ട് സബ്ജക്റ്റിനെ നോക്കി കാണുന്നവർ മാത്രം ശ്രീ വിഷ്ണു മായമഠത്തിലേക്ക് വരിക. എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.